ഇന്ന് നല്ല എല്ലും കപ്പയുടെ റെസിപ്പി നോക്കാം. കുക്കറിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ചേർക്കാം. അതിലേക്ക് സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ്, ഗരം മസാല, കറിവേപ്പിലയും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായി മിക്സാക്കി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി എല്ലും കപ്പയും റെഡിയാക്കാനായിട്ട് ഉരുളി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. നന്നായി തിള വരുമ്പം ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സാക്കി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പം ഒന്നുകൂടെ നന്നായി മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഉള്ളി, തേങ്ങ, കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എല്ലും കപ്പയിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ലാസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.